പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ആരാധന നമുക്ക് ആരംഭിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുപ്പ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ദാനമായി തന്നതിന് നന്ദി പറയുന്ന യേശുപ്പ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ ദിവസം യേശുപ്പ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു കർത്താവേ, പലവിധമായ കർത്താവേ അധ്വാനത്തിൻ്റെയും വിവിധ സാഹചര്യം കടന്നു പോകുന്ന ഈ ദിവസത്തെ കർത്താവ് വൈകുന്നേര സമയത്ത് യേശുപ്പ അങ്ങയുടെ സന്നിധിയിൽ ദൈവമേ മുഴങ്കാൽ മടക്കി കർത്താവേ മനോഹരമായ ദേവാലയത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമെന്ന കൃപയോർ നന്ദി പറയുന്ന യേശുവേ. പ്രത്യേകിച്ച് ഈ ആഴ്ച കർത്താവെ കുടുംബവാരമായി ആചരിക്കുന്ന ഈ ആഴ്ചയിൽ കർത്താവെ ദൈവമേ കുടുംബങ്ങളുമായി ഞങ്ങൾക്ക് അങ്ങയുടെ വചനങ്ങൾ ധ്യാനിക്കുവാൻ തന്ന വിലയേറിയ അവസരത്തിൽ സ്തുതിക്കുന്ന യേശുപ്പ. ഞങ്ങളുടെ ആരാധനകൾ സുഗന്ധ ബലി പോലെ സ്വീകരിച്ചോളണം കർത്താവെ. പ്രത്യേകിച്ച് കോവിഡ് എന്ന മഹാമാരിയാൽ കർത്താവെ ലോകം മുഴുവൻ വളരെയധികം പ്രതിസന്ധിയിലും ആകുലതയിലും ഒക്കെ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ യേശുപ്പ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കാൻ സ്തുതിക്കുന്ന കർത്താവെ. അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാൻ സ്തുതിക്കുന്ന യേശുപ്പ. അങ്ങയുടെ അതിരറ്റ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണം കർത്താവെ. ദൈവമേ ഞങ്ങൾ കർത്താവെ വീഴുന്നുവെങ്കിലും കർത്താവെ അങ്ങ് താങ്ങിക്കൊണ്ടിരിക്കാൻ സ്തുതിക്കുന്ന യേശുപ്പ. ഈ ഞങ്ങളുടെ സഭയിൽ കർത്താവെ വിവിധങ്ങളായ ആവശ്യഭാരങ്ങളാൽ കർത്താവെ വിവിധ മാധ്യമങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന യേശുപ്പ. ഞങ്ങളുടെ ആരാധന കർത്താവെ എല്ലാവർക്കും ഒരു ആശ്വാസത്തിൻ്റെയും ഒരു സൗഖ്യത്തിൻ്റെയും ഒരു മാനസാന്തരത്തിൻ്റെയും അവസ്ഥയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ നിന്ന് തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണേ. യാചനയ്ക്കണ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് നമുക്കൊരു പാട്ട് പാടാം. Now
116 സങ്കീർത്തനം നമ്മൾക്ക് ഒരുമിച്ച് വായിക്കാം. 116. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവനെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഫോഷ്ക്ക് പറയുന്നു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് വീക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയും കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ എൻ്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ എനിക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയും കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള വേദഭാഗം വായന ബീന. വായിക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണ അല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു.
അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരുടെയൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പുതിയ ഡിഗ്നസ് നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. ശുദ്ധാത്മനേ പരിശുദ്ധാത്മനേ വരൂ നിന്ദാസരിന്നുള്ളത്തിൽ, നിർജീവരാം ഞങ്ങളിൽ നിൻ ജീവജലനദി വചനമാം ജലനദി പകരു നീ കരുണയോടെ. നിർജീവരാം ഞങ്ങളിൽ പുഴി സമാനമാം ഞങ്ങൾ നാദാ, നിൻ ദിവ്യ തേജസ്സൽ രൂപമാകാം. പുഴി സമാനമാം ഞങ്ങൾ നാദാ, നിൻ ദിവ്യ തേജസ്സൽ രൂപമാവാം. നീതി കരുണ വിശ്വാസത്തിൻ സരണിയിൽ നിൻ പിൻപെ ഗമിച്ചിടുവാ. നീതി കരുണ വിശ്വാസത്തിൻ സരണിയിൽ നിൻ പിൻപെ ഗമിച്ചിടുവാ. ശുദ്ധാത്മനേ പരിശുദ്ധാത്മനേ വരൂ നിന്ദാസരിന്നുള്ളത്തിൽ, നിർജീവരാം ഞങ്ങളിൽ നിൻ ജീവജലനദി വചനമാം ജലനദി പകരു നീ കരുണയോടെ. നിർജീവരാം ഞങ്ങളിൽ സ്വർഗാദി സ്വർഗങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവാം ദൈവമേ, 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും ആരുടെ മധ്യ കടന്നു വരാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ നാഥ, ഇന്ന് ഞങ്ങളുടെ മധ്യ അങ്ങ് എഴുന്നള്ളിയിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് ഈ ആലയത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ നോക്കി സ്തുതിപ്പാൻ പാപികളും കുറ്റക്കാരും ദോഷികളുമായ ഞങ്ങൾക്ക് കർത്താവേ അങ്ങ് നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നാഥ, കുടുംബഭാരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്നിവിടെ ആരാധന നടത്തുമ്പോൾ കർത്താവേ, ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ സാമീപ്യം കൊണ്ട് നിറയ്ക്കണപ്പാ. ഞങ്ങൾ ബലഹീനരാണപ്പാ. ബലവും ശക്തിയുമുള്ള അങ്ങയുടെ മുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ അമിതമായ ബലത്താൽ അങ്ങ് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ മക്കളെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു നാഥ. ഈ പ്രതികൂല അവസരത്തിലും കർത്താവെ ഞങ്ങൾക്ക് കുടുംബവാരം കർത്താവെ ആഘോഷിക്കുവാൻ സർവശക്തി അങ്ങ് നൽകിയ വൻകൃപയ്ക്കായി നന്ദി കർത്താവെ. നാഥ, ഇത് വലിയ ആർഭാടമായി നടത്തേണ്ടുന്ന ഈ കുടുംബവാരത്തെ ചുരുക്കമായി നടത്തുമ്പോൾ സർവശക്ത അങ്ങയുടെ സാമീപ്യത അവരെ ഓരോ കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമേ. മിച്ച സന്തോഷത്തോടുകൂടെ അങ്ങയെ പാടി സ്തുതിപ്പാൻ തക്കവിധം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കോവിഡ് മഹാമാരി കൊണ്ട് അനേകം മക്കൾ വളരെ ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് അങ്ങയുടെ ആരാധനാലയത്തിൽ വരുവാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ വളരെ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ സർവശക്തൻ എല്ലാത്തിനും ഒരു നീക്കുപോക്ക് നൽകാൻ പോകുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ പരീക്ഷ ഉണ്ടെന്നാലും പരിഹാരം നൽകിയിട്ടുണ്ടെന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ
തൃക്കരങ്ങൾ ഞങ്ങളായിരുന്നു കൊണ്ട് സകല പ്രതികൂലങ്ങളെ മാറ്റി കർത്താവെ എല്ലാം അനുകൂലമാക്കണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഈ സഭയെ നയിക്കുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അച്ഛൻ്റെ ശുശ്രൂഷകളെ അങ്ങ് മാനിക്കണമേ എന്ന് യാചിക്കുന്നു നാഥ. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയും സാമീപ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന കൊച്ചമ്മയെ തൃക്കരങ്ങൾ തരുന്നു കർത്താവെ. അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിക്കുമ്പോൾ നാവോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നിന്റെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 പൈതങ്ങളെയും തൃക്കരങ്ങൾ തരുന്ന നാഥ, കൃപയും ശക്തിയിലും വളർന്നു വരുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ പ്രതികൂലങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞാറ്റയെ തൃക്കരങ്ങൾ തരുന്ന കർത്താവെ. കർത്താവെ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. വലിയവനായ ദൈവം നൽകിയ സൗഖ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും തൃക്കരങ്ങൾ തരുന്ന നാഥ, കുടുംബഭാരമായി ആഘോഷിക്കുന്ന വേളയിൽ അപ്പ അങ്ങയുടെ സാമീപ്യത്താൽ നിറയ്ക്കണം. എല്ലാ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഞായറാഴ്ച നടക്കുന്ന ആരാധനയിൽ അപ്പൻ്റെ സാമീപ്യം കൊണ്ട് നിറയ്ക്കണം നാഥ. കർത്താവെ 100 കുറയാതെ ആളുകൾക്ക് കടന്നു വരുവാൻ സാധിക്കുമെന്ന് കർത്താവെ നാഥ അറിയിച്ചിരിക്കുമ്പോൾ എല്ലാവരും കടന്നു വന്ന് അങ്ങ് ആരാധിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും മടിയോടുകൂടി മന്ദതയോടുകൂടി ഭവനങ്ങളിലായിരിക്കാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ പഴുതിനേക്കാൾ കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കാനുള്ള അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സഭയിലെ എല്ലാ പ്രോജക്റ്റുകളും എല്ലാം മുടങ്ങിക്കിടക്കുകയാണല്ലോ നാഥ. യേശുവെ അത് എത്രയും പെട്ടെന്ന് കർത്താവെ നാഥ പുനരാരംഭിക്കുവാൻ തക്കവിധം സർവശക്ത സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാഥ ഫലവിധമായ ഭാരത്താൽ പ്രയാസത്താൽ മറ്റു രോഗങ്ങളാലായിരിക്കുന്ന ഓരോ മക്കളെയും തൃക്കരങ്ങൾ തരുന്നു കർത്താവെ. യേശുവെ പീറ്റർ ശോഭാല എന്ന മകനെ തൃക്കരങ്ങൾ തരുന്നു നാഥ. യേശുവെ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി രോഗബന്ധനങ്ങളെല്ലാം മാറ്റി എത്രയും പെട്ടെന്ന് കർത്താവെ നാഥ ഭവനത്തിൽ എത്തിച്ചേർന്ന് അങ്ങേ സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശോഭി പീറ്റർ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിക്കടി വരുന്ന തലവേദനകളെല്ലാം പൂർണ്ണമായി മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടാൽ സൗഖ്യം നാഥ. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ പിതാവെ. അതുപോലെ കടന്നു വന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലെ ഓരോ ആഗ്രഹങ്ങളെ അപ്പ അങ്ങ് മുന്നറിഞ്ഞ് കണ്ട് കർത്താവെ എല്ലാ പരിഹാരവും നൽകണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ആദ്യം മുതൽ അവസാനം വരെയും തിരുകൃപയും സാമീപ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് ആ ജീവൻ വച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ പിതാ, നാം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരയണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാവടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താ സർദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ, ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ നമ്മൾ കുടുംബവാരമായി ആഘോഷിക്കുകയാണ്. അപ്പോൾ വളരെയധികം പ്രാർത്ഥനയിലൊക്കെ ഓർത്തതുപോലെ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ നടക്കേണ്ടുന്ന സമയമാണ്. പക്ഷേ അതൊന്നും തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഒന്നും തന്നെ നടക്കാൻ സാധിച്ചില്ല. അതിൻ്റേതായ വിഷമങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. എന്നിരുന്നാലും നമ്മുടെ മനസ്സുകളിൽ ഈ കുടുംബവാരം നമ്മൾ വളരെയധികം ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ അതിനെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഈ വരുന്ന ഞായറാഴ്ച കുടുംബവാര ഞായറായി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും പ്രത്യേകമായി നമ്മൾ കുടുംബവാരം ആഘോഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും പ്രാർത്ഥനകളിലൊക്കെ ഓർത്ത് അപ്പോൾ ഈ ഞായറാഴ്ച വളരെയധികം ഒരുങ്ങി തന്നെ നമ്മൾ ആരാധനയിലേക്ക് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അച്ഛനൊരു അത്യാവശ്യ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് വരാനായി സാധിക്കാത്തത്. ഇനി നമുക്കെല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടി അപ്പോൾ കാണിക്ക സമർപ്പിക്കാനുള്ളവർ കാണിക്ക സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടാം.
പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ കർത്താവെ കൂട്ടായ്മയിൽ ദൈവമേ, ഞങ്ങൾ കർത്താവെ അഭയാചനകളും കർത്താവെ ഞങ്ങൾ അധ്വാനത്തിൻ്റെ ഒരു ചെറിയൊരു ഫലവും യേശുപ്പ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങ് സകലവും സ്വീകരിച്ചു കൊള്ളണം ദൈവമേ. അങ്ങ് ഞങ്ങളുടെ കണ്ണുനീരെല്ലാം അങ്ങ് തുരുത്തി ശേഖരിച്ചുകൊണ്ട് സ്തുതിക്കുന്ന യേശുപ്പ. ഞങ്ങളുടെ കർത്താവെ ഒന്നും തന്നെ വൃഥാവായി പോവില്ല, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന യേശുവെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സകലവും അങ്ങ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്തുതിക്കുന്ന യേശുപ്പ. ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകൾ യേശുപ്പ അങ്ങ് സകലവും കേട്ടുകൊണ്ടിരിക്കാൻ സ്തുതിക്കുന്ന യേശുവെ. പ്രത്യേകിച്ച് കുടുംബപരമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, അതിൻ്റെ നന്മകളെല്ലാം കൂടി ഞങ്ങൾ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ദൈവമേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തെയും അങ്ങ് ആശീർവദിക്കണം കർത്താവെ. 100, 60, 30 മേനിയായി വിളയുവാൻ സഹായിക്കണം കർത്താവെ. അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിക്കനായ മോശയോട് കൂടി ഉണ്ടായിരുന്ന കർത്താവ് നാവോട് കൂടി ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാചനയ്ക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ആദ്യമായും ഞാൻ വളരെയധികം ഒരുങ്ങിയിട്ടില്ല എന്നത് അഡ്വാൻസായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം അച്ഛൻ ഇന്നാണ് പറഞ്ഞത്, അതിൻ്റേതായ കുറവുകൾ എനിക്കുണ്ടാവും. അപ്പോൾ നിങ്ങളതെല്ലാം ക്ഷമിക്കുക. പിന്നെ ഇപ്പോൾ എന്തായാലും ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു അവസ്ഥ ആയതുകൊണ്ട് പ്രതിദിന വേദഭാഗങ്ങൾ കൃത്യമായി വായിക്കാനൊരു സാഹചര്യം ദൈവം എനിക്കെങ്ങനെയോ അത് സാധിക്കുന്നുണ്ട്. അത് ഞാൻ കഴിച്ചു പിടിച്ചത് വായിക്കുന്നുണ്ട്, നമ്മുടെ കലണ്ടറിലുള്ള വേദഭാഗങ്ങൾ. അപ്പോൾ അത് വായിച്ച് വന്നപ്പോൾ ഇന്നലെയൊക്കെ അത് ശരിക്കും കുറച്ച് സ്ത്രീകളെ കുറിച്ചുള്ളതായിരുന്നു. 2 രാജാക്കന്മാരാണ് നമ്മുടെ ആ ഭാഗങ്ങൾ വായിക്കാനായി തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയും ഭാഗ്യത്തിന് അത് വായിക്കാൻ സാധിച്ചു. ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 2 രാജാക്കന്മാർ ഇന്ന് വായിച്ചത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഒരല്പം കുറച്ചൊന്ന് നമുക്ക് ചിന്തിക്കാം. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ സ്ത്രീജന സഖ്യത്തിൻ്റെ ഈ വർഷത്തെ ചിന്താ വിഷയം ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. വളരെയധികം ഈ ചിന്താവിഷയമൊക്കെ കഴിഞ്ഞ വർഷമേ പ്ലാൻ ചെയ്തതാണ്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ വർഷം നമുക്കത് ഭയങ്കര പ്രയോജനം ചെയ്യുന്ന ഒരു ചിന്താവിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞാൻ നമ്മൾ പത്രത്തിലൊക്കെ ഇംഗ്ലീഷ് പത്രത്തിൽ കിടക്കുന്നത് ഏജ് ഓഫ് അൺസർട്ടനിറ്റി എന്നാണ്. അപ്പോൾ ഒരു ഷ്യൂരിറ്റി ഇല്ലാത്തൊരു വല്ലാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം 1000, 10,000 ഓരോ ദിവസവും മരണത്തിൻ്റെയും രോഗത്തിൻ്റെയൊക്കെ അവസ്ഥയിലായിരിക്കുന്നത്. അപ്പോൾ അടുത്ത് ഇനി എന്ത് എന്നുള്ളത് വളരെയധികം വലിയ വലിയ വമ്പന്മാരായിരുന്ന പലർക്കും വലിയ ഇടിവുകൾ വന്ന് അങ്ങനെ അപ്പോൾ നമ്മൾ പ്രധാന ആളുകൾക്ക് ഒരു താഴ്ച വരുമ്പോൾ അതിൻ്റേതായത് താഴേക്കിടയിലുള്ള നമുക്കൊക്കെ വളരെയധികം അതിൻ്റെ കുറവുകളും എല്ലാം നമ്മളത് അനുഭവിച്ചേ തീരുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സൃഷ്ടിയുടെ പുറകെ പോയതിൻ്റെ അവസ്ഥയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടിയുടെ പുറകെ പോയി. ഈ ലോകമാണ് എല്ലാം വലുത്, ലോകത്തിൽ നമുക്ക് എല്ലാം ഉണ്ട് എന്ന് ചിന്തിച്ചപ്പോഴാണ് ദൈവം നമുക്കൊരടി തന്ന് നമ്മളെ ഒന്ന് ഇരുത്തിയത്. കാരണം ഈ ലോകത്തിൽ എത്ര വമ്പന്മാരുണ്ടായിരുന്നിട്ടും ഈ ഒരു ചെറിയൊരു പനി, ജലദോഷം, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അതുപോലും ആ ഒരു വാക്സിൻ കണ്ടുപിടിക്കാനുള്ള അവസ്ഥ. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ നോക്കുന്നതുകൊണ്ട് ഇതായിട്ട് പറയില്ല, എന്നാലും അതാണ് ഞങ്ങളിവിടെ വരുത്തുന്നത്. അപ്പോൾ അതിലെല്ലാ രാജ്യത്തിലുള്ളതും കാണിക്കും. എല്ലാവരും ഈ സംഭവം പിടിച്ചുകൊണ്ടാണ്, ഈ മാസ്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ട്രംപൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വേറെ എല്ലാ രാജ്യത്തിലും ഈ സംഭവം ഇങ്ങനെ കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം എത്ര വലിയ ആളുകളാണെങ്കിലും ഈ ഒരു ചെറിയ ഈ ഒരു തുണിയും കെട്ടി നമ്മൾ മുഖവും താഴ്ത്തി, എന്തായാലും ഈ കെട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതില്ല, അതിൻ്റേതായ ഒരു കുറവ് നമ്മളിൽ ഫീൽ ചെയ്യും. അപ്പോൾ എത്ര വമ്പന്മാരാണെങ്കിലും ദൈവം മുമ്പാകെ താഴാനുള്ള മനുഷ്യരെന്ന് പറയുന്നത് ഈ ഒരു പനിക്കില്ല എന്നുള്ളത്. ഇന്ന് തന്നെ നമ്മുടെ ബാലസുബ്രഹ്മണ്യം നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വലിയ വലിയ ആളുകൾ ഈ ഒരു ചെറിയ ഒരു രോഗത്തിന് അടിമയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പേടിച്ച് പകച്ച് കൈയും കഴുകി സോപ്പിട്ട് മാസ്ക് ഇട്ട് അങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ സൃഷ്ടിയുടെ പുറകെ പോയതുകൊണ്ട് ഈ സൃഷ്ടാവ് സർവശക്തനായ ദൈവമാണ് നമ്മളെല്ലാവരും ഉണ്ടാക്കി
നമ്മൾ ദൈവത്തിൻ്റെ അരികിലിരുന്ന് പാട്ടും പാടി പ്രാർത്ഥിച്ച് ദൈവ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത്. പക്ഷേ നമുക്ക്, ഞാൻ ഉൾപ്പെടെ, അല്പം പോലും സമയമില്ല. രാവിലെ ഓട്ടത്തോടോട്ടം, പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമില്ല. വേദപുസ്തകം വായിക്കുന്നപ്പോൾ നമുക്ക് എല്ലാത്തിനും എളുപ്പമുള്ളത്, സ്കിപ്പ് ചെയ്തു പോകാൻ ഏറ്റവും എളുപ്പമുള്ളത് പ്രാർത്ഥനയും വേദപുസ്തക വായനയാണ്. വേറെ നമ്മൾ എന്തും ചെയ്യും. നമ്മൾ ഫുഡ് വയ്ക്കും, തുണി കഴിവും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തില്ലെങ്കിൽ അന്ന് പോക്കാണ്. അപ്പം അതെല്ലാം നമ്മൾ ചെയ്ത് വെക്കും. ബാക്കിയുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യം, സ്കിപ്പ് ചെയ്ത് കളയാൻ എളുപ്പമുള്ള കാര്യം പ്രാർത്ഥന. ആരും അറിയില്ല. ബൈബിൾ വായന ആരും അറിയില്ല. അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ കുറവാണ് നമ്മളിലെല്ലാവരിലും നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. കുടുംബഭാരമായി നമ്മൾ സ്ത്രീജന സഖ്യത്തിൻ്റെ ഒരു ഇതാണെങ്കിലും നമ്മൾ സ്ത്രീജനങ്ങൾ അത്രയും ഇതായതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തെയാണ് നമ്മൾ പ്രതിനിധീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് ഒരു സ്ത്രീ രത്നങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ കുടുംബമായിട്ടാണ് നമ്മുടെ സ്ത്രീജന സഖ്യത്തിൻ്റെ ഈ ഒരു വാരത്തെ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുടുംബത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നവരാണ് സ്ത്രീകൾ എന്നുള്ള ആ ഒരൊറ്റ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു വലിയൊരു കുടുംബത്തിൻ്റെ പ്രധാന സംഭവങ്ങളാണ് നമ്മളെല്ലാം. അപ്പോൾ ഞാനപ്പോൾ ഈ വായിച്ചത് തന്നെ ഒന്ന് പറയുന്നുണ്ട്. കാരണം അതിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കിന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു എലീശ എന്നൊരു പ്രവാചകൻ്റെ ഒരു 3 സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി ഉള്ള ആ സ്ത്രീരത്നങ്ങളുടെ ആ ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം, അവരുടെ കുടുംബത്തെ എങ്ങനെ അവരെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കാനായി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചത് അനുസരിച്ച് ഒരു വിധവയായ ഒരു സ്ത്രീയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വിധവ എന്ന് പറയുമ്പോൾ അറിയാം, ഭർത്താവിൽ അല്ലേ, നമ്മുടെ ശരിക്കുള്ള ബലമാണ്. എന്തൊക്കെ നമ്മൾ കുടുംബത്തിൽ കിടന്ന് അടി ഇടി ഗുസ്തിയൊക്കെ കൂടിയാലും ആള് പോയാൽ നമ്മളെല്ലാം ഒന്നുമില്ല. നമ്മളൊരു വല്ലാത്ത അവസ്ഥയാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ശക്തിയാണ് നമ്മുടെ ആളെന്നുള്ളത്, നമ്മുടെ ആ ഭർത്താവ് എന്നുള്ളത്. ആ വ്യക്തി ഇല്ലാതാവുമ്പോൾ അതോടുകൂടി നമ്മുടെ എല്ലാം ആ ഒരു ബലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പം നമ്മൾ തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. നമ്മൾ തന്നെ എല്ലാത്തിനും ഒരു പ്രധാന ശക്തി നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. പക്ഷെ ആ സ്ത്രീ ആണെങ്കിലും വിധവയാണെങ്കിലും അവൾ കണ്ടുപിടിച്ച മാർഗം, അവൾക്കിപ്പോൾ പ്രധാനമായിട്ടൊരു പ്രശ്നം വന്ന് നിൽക്കുകയാണ്, കടബാധ്യത, ഭയങ്കരമായ കടം. ആ കടത്തിൽ 2 മക്കളെയും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾ വന്ന് നിൽക്കുമ്പോൾ അവൾ പ്രധാനമായിട്ട് കണ്ട എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റിൽ അല്ലേ, ഏറ്റവും അവസാനത്തെ അവസ്ഥ, ക്ലൈമാക്സിൽ അവൾ കണ്ട ഒറ്റ മാർഗം, ഭർത്താവ് ദൈവപുരുഷനായിരുന്നു. അപ്പോൾ എലീശയോട് കൂടെ എപ്പം നടന്ന വ്യക്തിയായിട്ടാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ആ എലീശയുടെ അടുത്ത് തന്നെ പോകാം എന്ന് ആ സ്ത്രീക്ക് തോന്നി. അപ്പോൾ എലീശ വന്ന് എലീശയോട് ആ സ്ത്രീ സംസാരിക്കുമ്പോൾ അതോടുകൂടി എലീശയ്ക്കത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എലീശ പ്രവാചകനോടും ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യം, 1 ഭരണി എണ്ണ, അത്രയേ എനിക്കുള്ളൂ, ഇനി ആഹാരം പോലും ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ടോ അതിൽ നിന്ന്, അല്ലാതെ ഞാൻ ഇത് കുറച്ച് നിനക്ക് ഗോൾഡ് തരാം എന്നൊന്നും അല്ല പറയുന്നത്. അപ്പോൾ ഒരു ഭരണി എണ്ണ, ശരി അതുണ്ട്, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടും വെറും കുറേ പാത്രങ്ങൾ. ഞാനിപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ ശ്രദ്ധിക്കുകയാണ്, നമ്മൾ ആരുമില്ല വീട്ടിലില്ല എന്നല്ല, ഭയങ്കരമായ കടബാധ്യതയുള്ള ഒരു സ്ത്രീ ആരുടെ വീട്ടിൽ എന്ത് ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കുമോ? നമ്മളാണെങ്കിലും ഒന്നും കൊടുക്കാൻ നമുക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവരൊന്നും നമുക്ക് തിരിച്ചു തരാൻ പോണില്ല, നമുക്ക് അതേപോലത്തെ ഒരവസ്ഥ. അപ്പം ആ സ്ത്രീ എന്തുമാത്രം ചോദിച്ചാണോ എന്നാണ്, 1 പാത്രം തരൂ. കാരണം ഈ കൊടുക്കുന്ന ആൾക്കറിയാം ഇവൾ ഈ പാത്രം നമുക്ക് തരൂല. അപ്പം അത്രമാത്രം ചോദിച്ച് കരഞ്ഞ് പിടിച്ചിട്ടായിരിക്കും ഓരോ പാത്രങ്ങൾ. അപ്പോൾ അവളിലുള്ള വിശ്വാസമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവളിപ്പോൾ വിചാരിക്കുകയാണ്, എലീശ പ്രവാചകനോട് പറഞ്ഞു കുറച്ച് പാത്രങ്ങൾ എടുത്തുണ്ട്, പാത്രം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഞാൻ വേറെ എവിടെയെങ്കിലും പോവാം അല്ലേ. നമ്മളാണെങ്കിലും അങ്ങനെയാണ് ചിന്തിക്കും. പക്ഷേ
ആ വിശ്വാസത്തിൻ്റെ ആ തീക്ഷ്ണത, അല്ലെങ്കിൽ ആ ഭർത്താവ് അത്രയും ദൈവപുരുഷനായിരുന്നു. അദ്ദേഹത്തിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ദൈവപുരുഷനായിരുന്നു. ദൈവം എന്നുള്ള ശക്തി ഈ ലോകത്തുണ്ടെന്നും അത് നിന്നെ സംരക്ഷിക്കുമെന്നും ഒക്കെ ആ സ്ത്രീക്ക് നല്ല കാലത്ത് എന്തെങ്കിലും ബോധ്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ കണ്ടുപിടിച്ച ഒരൊറ്റ രക്ഷയെന്നുള്ളത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം തന്നെയാണ്. അപ്പോൾ അത് വളരെയധികം ശക്തിയുള്ളത് തന്നെയായിരുന്നു. ആ പാത്രങ്ങളെല്ലാം അവൾ എത്രമാത്രം അടിച്ച് പിടിച്ച് ഓരോ വീട്ടിലും ചെന്ന് അടിയും വാങ്ങിച്ച് ഇനി കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് എറിഞ്ഞൊക്കെ ആയിരിക്കും കൊടുത്തത്. അത്രയ്ക്കുള്ള അവസ്ഥയാണ്. ആ പാത്രങ്ങൾ എത്ര കൊണ്ടുവച്ചോ അത്രയും നിറഞ്ഞ് കവിഞ്ഞ്. അപ്പം അവസാനത്തെ പറഞ്ഞിരിക്കുന്നത്, നീ പോയി അതിലെല്ലാം എന്ത് നിറഞ്ഞു? എണ്ണയാണ് കിട്ടിയത്. അവളുടെ വീട്ടിലെ എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എണ്ണ മാത്രമാണ് കിട്ടിയത്. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം അതോടുകൂടി ആ ഒരു നല്ലൊരു വിധവയാണ്, കടക്കാരിയാണ്, പക്ഷേ ദൈവം അവളിൽ എന്തുമാത്രം ഏറ്റവും അങ്ങ് അറ്റം വരെ പോയി. അവസാനത്തെ നെല്ലിപ്പലക എന്ന് തന്നെ പറയാം. കൊച്ചുമക്കളോ വലിയ മക്കളോ എന്തായാലും ആ മക്കളെ വരെ വീട്ടിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മക്കളെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ആകപ്പാടെ ഒരല്പം എണ്ണ എങ്ങനെയോ അവർ വേറെ ഒന്നിനും ഉപയോഗിക്കാതെ എന്തോ കുറച്ച് എണ്ണ മുമ്പ് വെച്ചിരുന്നതായിരിക്കും ആ ഒരല്പം എണ്ണ. ആ എണ്ണയിൽ നിന്നാണ് എലീശ പ്രവാചകന് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ വിധവയായിക്കൊള്ളട്ടെ, അവിടെയും ദൈവികമായ ആ ഒരു ശക്തി. അപ്പോൾ ആ ഒരു കുടുംബത്തെ എങ്ങനെ നയിച്ചുകൊണ്ട് പോകാം, വിധവയാണെങ്കിലും കടക്കാരിയാണെങ്കിലും ആ വ്യക്തി എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് നമുക്കിതിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും. അടുത്ത് ഒരു ശൂന്യംകാരത്തിയായൊരു സ്ത്രീയെക്കുറിച്ചാണ്. അവൾ വലിയ ധനികയായിരുന്നു. ശൂന്യമിലേക്ക് അടുത്ത പാരഗ്രാഫിലുള്ളതാണ്. അവിടെ ശൂന്യംകാരത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ മക്കളില്ല. രണ്ടുപേരും സന്തോഷമായിട്ട് താമസിക്കുകയാണ്. പക്ഷേ വിശുദ്ധനായൊരു ദൈവപുരുഷൻ ഇങ്ങനെ അവിടെ കൂടെ പോകുന്നെന്നും ആ വ്യക്തി ഇടയ്ക്ക് ക്ഷണിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായൊരു ആശ്വാസം ലഭിച്ചു. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഭർത്താവിനോട് പറയാണ്, നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ അവിടെ ഒരു ചെറിയ റൂം ഷെഡൊക്കെ കെട്ടി ഈ വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ വ്യക്തി അതിനോട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം വളരെയധികം ഞങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വീട്ടുണ്ട്, നമ്മൾ സുരക്ഷിതരാണ്. പക്ഷേ സുവിശേഷം മുമ്പുള്ളവർ, സുവിശേഷം ചെയ്യുന്നവർ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് യാത്ര ചെയ്ത് അവർ ഡ്രസ്സോ അത്യാവശ്യ സംഭവങ്ങളോ ഒന്നും തന്നെ എടുക്കാറില്ല. അപ്പോൾ അവരുടെ വിശ്വാസം എന്നുള്ളത് പോകുന്ന സ്ഥലത്ത് ദൈവം അവരെ കാത്തുകൊള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ആ വ്യക്തികളെ അപ്പോൾ ഈ സ്ത്രീക്കറിയാം ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലങ്ങളിൽ ഒരു വീടില്ല എന്നുള്ള കാര്യവും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ദൈവപുരുഷന് അവിടെ അവരുടെ ഭവനത്തോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു മുറി പണി കഴിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അന്നിങ്ങനെ അത്രയും എന്തുകൊണ്ടാണെന്ന് എലീശ പ്രവാചകൻ നമുക്കറിയാം, ഒരാവശ്യം ഈ സ്ത്രീക്കുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള ബോധ്യം എലീശ പ്രവാചകന് മനസ്സിലായി. അപ്പം ഗേഹസി സെർവൻ്റാണ്, അവരെ വിട്ട് ചോദിപ്പിക്കുകയാണ്. എലീശ ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് ചെന്ന് ചോദിക്കുക അവൾക്ക് എന്താണ് ആവശ്യം. അപ്പോൾ പറയുകയാണ്, അവൾക്ക് മകനില്ല, അപ്പോൾ ഒരു കുഞ്ഞിനെ വേണം. ആ ബോധ്യം പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു സന്തോഷ വാർത്ത, ഇനി അടുത്ത് വരുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അതെല്ലാം അങ്ങനെ അതിങ്ങനെ നടന്നു സന്തോഷമായിട്ട് തന്നെ അവളുടെ ആ വിശ്വാസത്തിൽ പ്രത്യാശയിൽ തന്നെ അവൾക്ക് കുഞ്ഞൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് വലുതായി അടുത്തും ആ ഒരു ജീവിതമാണ് പോകുന്നത്. അവൾ എങ്ങനെയാണ് അടുത്തും ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പനും ഈ കുഞ്ഞുമായിട്ട് പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോനാണെങ്കിൽ പറയുകയാണ്, എൻ്റെ തല എന്നിങ്ങനെ ഭയങ്കര കിടന്ന് വിളിക്കുകയാണ്. അപ്പം പറഞ്ഞു, സെർവനോട് പറയാണ്, ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അമ്മ മടിയിൽ ഇങ്ങനെ കിടത്തി അല്പനേരം കിടന്നപ്പോൾ ഈ കൊച്ചങ്ങ് മരിക്കുകയാണ്. അത് നമുക്ക് ഭയങ്കര അപ്സെറ്റായിട്ട് തോന്നും. പക്ഷേ അവൾ ചെയ്തത്, അവൾ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ മനുഷ്യൻ കിടക്കുന്ന മുറിയിൽ കൊണ്ട് കിടത്തി. കാരണം ഇവരുടെ മുറിയാണല്ലോ, അപ്പോൾ ലോക്കും താക്കോലും എല്ലാം ഉണ്ട്.
അവിടെ കൊണ്ട് കിടത്തിയിട്ട് ഭർത്താവിനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്തിന്, ഇന്ന് അമാവാസ്യയില്ലേ, ശബത്തും അല്ലല്ലോ, ഇന്ന് പോകണ്ടായിരുന്നു, വേണ്ടതില്ല എന്ന്. എന്തിന് പോകുന്നു, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്ന എന്തിന്? കാരണം ഭർത്താവിന് വേറെ കാര്യമൊന്നുമില്ല, മോനുണ്ട്, കുടുംബമായി, എല്ലാം ആയി. പക്ഷേ ഭാര്യയ്ക്ക് മനസ്സിലായി പ്രധാനമായിട്ട് നമ്മുടെ കുഞ്ഞ് ഈ നമ്മുടെ ലോകം വിട്ടു പോയി എന്നുള്ള ആ ഒരു ബോധ്യം ആ സ്ത്രീക്ക് കിട്ടി. എന്ത് ചെയ്തെന്നറിയാമോ? അവർ കഴുത അങ്ങനത്തെ മൃഗമാണെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ തെറ്റുകൾ വരും. എന്നിരുന്നാലും ആ സ്ത്രീ ആ കോപ്പൊക്കെ ഇട്ട് മൃഗത്തോടൊപ്പം തന്നെ ഈ പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ്. പ്രവാചകൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ പറയുകയാണ്, എന്തിനാണ്? അവൾ കാലിൽ വന്ന് വീഴുകയാണ്. അപ്പോൾ പറഞ്ഞു, നിനക്ക് എന്തോ മനോവ്യസനമുണ്ട്, എന്താണെന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എനിക്ക് തന്ന് നീ എന്നെ അനുഗ്രഹിച്ച ആ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള പറയാണ്. അപ്പോൾ നമ്മുടെ ഗേഹസിയോട് പറയാണ്, നീ ഈ ഒരു വടി കൊടുത്തിട്ട് പറയാണ്, ഇത് ആ കുഞ്ഞിൻ്റെ തലയിൽ വെച്ചാൽ മതി, ആ കുഞ്ഞിന് സൗഖ്യം വരും. പക്ഷേ അവളുടെ ആ വിശ്വാസം എന്നുള്ളത്, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയേ പറ്റൂ. ഒരു പക്ഷേ ഗേഹസി വിശ്വാസം ഇല്ലാതെയായിരിക്കും കൊണ്ടുവയ്ക്കുന്നത്. വടി കൊണ്ട് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് സൗഖ്യം വരുമോ എന്തോ, കണ്ണ് തുറക്കുമോ, നമ്മളെപ്പോലെ ആയിരിക്കും, മനുഷ്യരല്ലേ അവർ. അപ്പോൾ കണ്ണ് തുറക്കുമോ എന്തോ എന്നിങ്ങനെ തലയിൽ വെച്ച് അപ്പോൾ ചിലപ്പോൾ സൗഖ്യം കിട്ടാതെ വരും. പക്ഷേ അവൾ അത്രയും വിശ്വാസിയായതുകൊണ്ട് അവൾ ഉറക്കെ അവിടെ കിടന്ന് വിളിക്കുകയാണ്. എലീശ പ്രവാചകനെ കൊണ്ടേ പോവുള്ളൂ. അവൾ പറയാണ്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഞാൻ നിന്നെ ഒരിടത്തേക്ക് ഇന്ന് എന്നോടൊപ്പം എൻ്റെ കുഞ്ഞിനെ ഇന്ന് നിനക്ക് ജീവൻ തന്നേ പറ്റുള്ളൂ എന്നുള്ള ആ അവസ്ഥയിൽ എലീശ പ്രവാചകനെ പിടിച്ചു കെട്ടിയതുപോലെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലൻ്റെ മുഖത്ത് വെച്ചു. വിശ്വാസം ഇല്ല, അപ്പം മുഖത്ത് വെച്ചെങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്ന് പറഞ്ഞു. എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിൽമേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന് മേൽ. അപ്പോൾ ശരിക്കുള്ള ശ്വാസമൊക്കെ കൊടുത്തു, വളരെയധികം ചൂട് പിടിപ്പിച്ചു. എലീശ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നപ്പോൾ എലീശ നന്നായിട്ട് വേർത്ത് ആ വേർപ്പോട് കൂടി ചെന്ന് ഈ ബാലൻ്റെ പുറത്ത് കിടന്നു. ഇതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. എന്തൊക്കെയോ ചെറിയ നമ്മളിപ്പം ശാസ്ത്രീയമായൊക്കെ പല കാര്യങ്ങളുള്ളതുപോലെ എന്തൊക്കെയോ അതിലും മെഡിക്കൽ പരമായ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ആ ഒരു ജീവൻ ആ വ്യക്തിക്ക് കിട്ടിയതോടെ 2-3 പ്രാവശ്യം തുമ്മി ആ മകൻ എവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അത്രയും ഭയങ്കര തീക്ഷ്ണമായൊരു വിശ്വാസത്തിൻ്റെ അവസ്ഥ. മരിച്ചതാവുകൊണ്ട് ആ സ്ത്രീ വിചാരിക്കുകയാണ്, ഒരു പക്ഷി എഴുന്നേറ്റില്ലെങ്കിലോ, ഇനിയും ഞാനിഞ്ഞ് ഈ വ്യക്തിയെ കാണാനും ഒരു പക്ഷി. അപ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, എലീശ വന്നാൽ എൻ്റെ മകൻ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ട് അവൾ എലീശ പ്രവാചകനെയും കൊണ്ട് തന്നെ പോയി. അപ്പോൾ അതും ഒരു കുടുംബം അല്ലേ, ആ കുടുംബത്തിന് ധനികയാണ്, അവൾക്ക് പറ്റും പോലെയൊക്കെ അവൾ വീട് വെച്ചു കൊടുത്തു. അപ്പോൾ അവൾ ആ ഒരു പ്രത്യേക ഇതെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് കുറേ നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദൈവത്തെ വിട്ടങ്ങ് തോന്നും പോലെ ആയിപ്പോവും. പക്ഷെ അവൾ എന്ത് ചെയ്തു, അവളുടെ സ്നേഹത്തിൽ, ആ ദൈവിക സ്നേഹത്തിൽ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് ആ പ്രവാചകനെ തേടി പോവുകയും ആ പ്രവാചകൻ തന്നെ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് പൂർണ്ണമായ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ഞാൻ അടുത്ത് കുറച്ച് വായിച്ചതെന്ന് പറഞ്ഞാൽ 5-ാം അധ്യായത്തിലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു കൊച്ചു പെൺകുട്ടിയാണ് അവൾ. ഇപ്പം നമ്മളെല്ലാവരും, പെൺകുട്ടി എന്നല്ല, സ്ത്രീ ജനങ്ങളെന്നല്ല, വൃദ്ധരെന്നില്ല, ഇതിൽ 3 തരത്തിലുള്ള, ഞാൻ 2 അധ്യായം കൊണ്ട് വായിച്ചു. ഇനി കുറേ ഉണ്ട്, ഇനി അടുത്തങ്ങോട്ടൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ശൂന്യംകാരത്തിയായിട്ടൊക്കെ. എന്നിരുന്നാലും ഇതിൽ ഞാൻ അടുത്ത് വായിച്ചപ്പോൾ നയമാന് സൗഖ്യം കൊടുക്കുന്നത്. അപ്പോൾ അവളെന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ്, അടിമ പെൺകുട്ടിയാണ്. അവൾക്കെന്ന് പറഞ്ഞാൽ അവൾ എല്ലാ തരത്തിലും എല്ലാവരാലും ബന്ധിക്കപ്പെട്ടതാണ് അല്ലേ. രാവിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അത് ചെയ്യടി ഇത് ചെയ്യടി, അവൾക്ക് സ്വന്തമായൊരു തീരുമാനമില്ല, സ്വന്തമായി എല്ലാം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും
മറ്റുള്ളവർ പറയുന്നത് പോലെ കേട്ടും അവൾക്ക് സ്വന്തമായിട്ട് വെളിയിലിറങ്ങി എന്തെങ്കിലും അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെ തോന്നുന്ന ഒരു പ്രായമാണ്. എന്നിരുന്നാലും അടിമ പെൺകുട്ടിയാണ്. അപ്പോൾ അവള് ആ ഒരു അടിമയുടെ അവസ്ഥയാണെങ്കിലും അവളുടെ യജമാനന് നല്ലതുണ്ടാവണമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നയമാൻ്റെ ഭാര്യയോട് പറയുകയാണ് എന്ത്, ഒരു പക്ഷേ ഈ എലീശ പ്രവാചകൻ, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി യജമാനോട് ഇന്ന പ്രകാരം സംസാരിച്ചെന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക എന്ന് ഈ ഭാര്യ പറയുകയാണ്. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിനൊരു എഴുത്ത് തരാം എന്നുള്ളത് രാജാവ് പറയുകയാണ്. അപ്പോൾ അടുത്ത രാജാവ് സേനാപതിയാണ്. അതുകൊണ്ട് നയമാൻ്റെ ഈ അവസ്ഥ രാജാവ് വരെ അറിയുകയാണ്. പെൺകുട്ടിയാണ് പറഞ്ഞത്. ആ അടിമ പെൺകുട്ടിയിൽ കൂടെയാണെങ്കിലും ഈ നയമാന് വളരെയധികം കുഷ്ഠരോഗം ബാധിച്ചതായതുകൊണ്ട് അടുത്തൊരു രാജ്യത്തിൽ പോയതുകൊണ്ട് കുഷ്ഠരോഗിയാകുമ്പോൾ അറിയാമല്ലോ അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ എല്ലാം മറ്റുള്ളവർക്ക് പകരുന്ന അവസ്ഥ. അതിനേക്കാളും ഭീകരമല്ല, ശരീരത്തിൽ ത്വക്കിൻ്റെ അത് അടുത്തു പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വേറൊരിടത്ത് ചെന്നപ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും സൗഖ്യമാക്കുമെന്ന് വല്ലതും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും യോർദാൻ നദിയിലാണ് ചെന്ന് കുളിക്കാനായിട്ട് പറയുന്നത്. പറയുന്നത് എന്താണ്, ദമേശക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലോ, എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധരാകരുതോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല നല്ല കുറേ റിവേഴ്സൊക്കെ ഉണ്ട്. യോർദാൻ റിവർ തന്നെ എന്തിനാണ് എന്നെ അങ്ങോട്ട് അയക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു വിശ്വാസമില്ല. നമ്മളിപ്പോഴത്തെ അവസ്ഥ അല്ലേ, അൺഷ്യൂർട്ടി, ഒരു ഷ്യൂറും ഇല്ലാത്തൊരവസ്ഥയിൽ വെറുതെ ചെന്നങ്ങ് 7 പ്രാവശ്യം, ഓരോ പ്രാവശ്യവും ഒരു വിശ്വാസം ഇല്ലാതെ തന്നെ, കാരണം നമുക്കറിയാം ഒന്നും നടക്കില്ല ആ ഒരു തരത്തിൽ. പക്ഷേ 7ാമത്തെ പ്രാവശ്യം മുങ്ങിയിട്ട് എഴുന്നേറ്റപ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെയാണ് വന്നത്. എങ്ങനെയാണ് അത് പറയുന്നത്, ഒരു കുഞ്ഞു ബാലൻ്റെ അല്ലേ, അവൻ ശുദ്ധനായി തീർന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത്ര സോഫ്റ്റ്നെസ്സോടുകൂടി തന്നെ അവൻ അത്രയും നല്ല ശക്തനായി തന്നെ മാറാൻ സാധിച്ചു. അപ്പോൾ വളരെ നമ്മൾ സ്ത്രീജനങ്ങൾ പല അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാണ്. വളരെയധികം നമ്മളിപ്പോൾ ഇന്ന് വായിച്ചത് ഒരു വിധവയായിട്ടുള്ളത്, പക്ഷേ ഒരു ധനികയായ ഒരു സ്ത്രീ, എന്നിരുന്നാലും അവൾക്ക് മക്കളില്ല, അടുത്തൊരു കൊച്ചു പെൺകുട്ടി. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും നമ്മൾക്ക് ആ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ കുടുംബത്തെ തന്നെ വളരെയധികം മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് പലർക്കും യാത്രകളൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മളെല്ലാവരും വളരെയധികം വീട്ടിലാണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും കുറച്ചുകൂടെ കുട്ടികളെയൊക്കെ നമുക്ക് ഒരുപാട് ബൈബിളൊക്കെ വായിപ്പിക്കാനായിട്ട് അവരുടെ ഇഷ്ടത്തിന്. ഇപ്പം തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്ര കറക്റ്റായിട്ടെല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നിരുന്നാലും കുട്ടികളെ കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഡയറിയൊക്കെ എടുത്ത് January 1 മുതൽ ഞാൻ വാക്യമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മക്കളും ചെയ്യും. അപ്പം നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കണം. എന്നിട്ട് നമ്മുടെ കുട്ടികളോട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊന്നും വലിയ കാര്യമല്ലെങ്കിൽ പോലും നമ്മളിതിനെല്ലാത്തിനും ഈ ബൈബിൾ വാക്യങ്ങൾക്കും ബൈബിള് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് കുറേ കരോക്കെയൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ഉറക്കമൊക്കെ വരും അല്ലേ, നമ്മൾ ഭയങ്കരത്തെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് അനുസരിച്ച് ഇച്ചിരി അല്പനേരമൊക്കെ പാട്ട് പാടി അങ്ങനെ വ്യത്യസ്തമായ പല പല മാർഗങ്ങൾ. എന്നിരുന്നാലും നമ്മളെല്ലാവരും കൂട്ടി വരുത്താൻ പറ്റും. നമുക്കറിയാം എല്ലാവരും കൂട്ടി വരുത്തുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല, അതിലെന്തെങ്കിലും വല്ലതും സംഭവിക്കുകയും ചെയ്യും. മാത്രമല്ല അങ്ങനത്തെയാണ് നമ്മുടെ. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഉണ്ടാക്കണം, അത് കുറച്ചും കൂടെ സന്തോഷകരമായും മറ്റുള്ളവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിനെ പെട്ടെന്ന് അങ്ങ് വൈൻഡപ്പ് ചെയ്യുക, ആ പ്രാർത്ഥന അങ്ങ് നിർത്തുക. അടിപിടി കൂടി പ്രാർത്ഥിക്കാൻ നിൽക്കുക. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കാം, നമുക്ക് സമയമുണ്ടല്ലോ. രാവിലെ ഇച്ചിരി മോശമായി തീർന്നാലും അടുത്ത് വൈകുന്നേരം. ഇങ്ങനെ പല പല അവസ്ഥകൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതൊക്കെ ഉള്ളൂ. ഇനി വലിയ പ്രതീക്ഷകൾക്കൊക്കെ നമുക്ക് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ പിടിക്കുമ്പോൾ നമ്മളെ ദൈവം ഉയർത്തുമെന്നുള്ളതാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഇതെല്ലാം പണ്ടുമുണ്ട്. ഇതുപോലെയുള്ള എന്തോ സ്പാനിഷ് ഫ്ലൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പലതുമൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ലോകത്തിൽ നമ്മൾ ഹിസ്റ്ററി കൂടെ കടന്നു പോവാണ്.
കൊറോണ വൈറസ് ഇനി അടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ ബുക്കിൽ പഠിക്കും, ഇങ്ങനെയൊക്കെ ലക്ഷങ്ങൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പം നമ്മളിതൊരു ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നമുക്കിതൊക്കെ വളരെയധികം ഒരു രൂപാന്തരത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയ്ക്കുള്ള സമയമാണ്. നമുക്ക് കിട്ടുന്ന സമയം എല്ലാവരോടും കൂടെ പറയുകയാണ്, നമ്മൾ മാക്സിമം ഈ പ്രാർത്ഥനയും വചനഭാഗവും തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കുറച്ചും കൂടെ സന്തോഷകരമായും കുറച്ചും കൂടെ ഇഷ്ടത്തിന്, ഇപ്പോൾ ബോയ്സൊക്കെ ആകുമ്പോൾ അവർ വേറൊരു തലത്തിൽ കാണും, അവർക്കും കൂടെ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടെ സ്ത്രീകൾക്ക് പലപ്പോഴും കുറച്ച് വിഷമിക്കേണ്ടി വരും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും അല്പസമയം മതി, പക്ഷെ അതിന് ഭയങ്കര ശക്തിയുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ചെറിയ നിമിഷമാണെങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും വളരെ നന്നായിട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമുക്കത് ഉയർച്ച തന്നെ നമുക്ക് തരും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം വളരെയധികം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം, ഒരു പാട്ട് പാടാം. എല്ലാവർക്കും കരങ്ങളടിച്ച് നമുക്ക് ഒരു പാട്ട് പാടാം.
സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു വെള്ളിയാഴ്ച ദിവസം കൂടെ അങ്ങ് ദാനമായി തന്നതിന് നന്ദി പറയുന്നു യേശുപ്പാ. ഞങ്ങൾ കർത്താവേ ദൈവമേ കുടുംബവാരമായി വെള്ളിയാഴ്ച ദിവസം കർത്താവേ ഞങ്ങൾ ചെറിയൊരു ആരാധനയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനും കർത്താവേ ദേവാലയത്തിലിരുന്ന് കർത്താവേ അല്പനേരം യേശുപ്പാ ദൈവമേ ഞങ്ങളുടെ കുടുംബ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്ന അവസരത്തോട് സ്തുതിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ജീവൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് കർത്താവെ കൂടുതൽ ശക്തിയും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ പ്രത്യാശയും കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ദൈവമേ ഈ ആകുലതയുടെയും കർത്താവെ ദുഃഖത്തിൻ്റെയൊക്കെ അവസ്ഥയിൽ യേശുപ്പാ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്തുതിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ദൈവമേ ചുരുക്കം ചിലരാണെങ്കിൽ ദേവാലയത്തിൽ വരുവാൻ തന്ന കൃപയോർ നന്ദി പറയുന്ന യേശുപ്പാ. ദൈവമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ പ്രിയ മക്കളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന യേശുപ്പാ. മിഥുൻ്റെ കുടുംബത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. മക്കള് പഠനകാര്യാദികളും ജോലി കാര്യാദികളിലൊക്കെ ആയിരിക്കുന്ന കർത്താവെ. അവരുടെ കുടുംബത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണ യേശുപ്പാ. ആവശ്യമായ എല്ലാ നന്മകൾ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. ദൈവമേ പഠിക്കുന്ന മോളുടെ കർത്താവെ അവൾ പരീക്ഷ എഴുതിയിരിക്കുകയാണ് കർത്താവെ. അവളുടെ കർത്താവ് റിസൾട്ട് വരുന്നവരെ ഞങ്ങളുടെ തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം ദൈവമേ. അവൾക്ക് കർത്താവശ്യമായ മാർക്ക് കൊടുത്ത് കർത്താവെ അവളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ദൈവമേ ഞങ്ങളുടെ കർത്താവെ ജീവന്റെ കുടുംബത്തിൽക്കരങ്ങൾ സമർപ്പിക്കുന്ന യേശുപ്പാ. അവര് കർത്താവ് സേവനയിലും കർത്താവ് വിവിധ സ്ഥലങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന യേശുപ്പാ. കുടുംബമായവർക്ക് പ്രത്യേകം അവരെ അനുഗ്രഹിക്കണം കർത്താവെ. ദേവാലയത്തിൽ ദൈവമേ വിവിധ കാര്യാദികളിലൊക്കെ പങ്കെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുത്തതിന് നന്ദി പറയുന്ന യേശുപ്പാ. അവരുടെ കർത്താവെ അവർക്ക് ആവശ്യമായ എല്ലാ നന്മകൾ കൊടുക്കണം കർത്താവെ. മകൻ എത്രയും പെട്ടെന്ന് കർത്താവ് ഉപജീവന മാർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറന്ന് ദൈവമേ കർത്താവെ എല്ലാ അവസ്ഥകളും യേശുപ്പാ സകലവും അറിയുന്നുണ്ടല്ലോ കർത്താവെ. അങ്ങ് സകലവും കാണുകയും കർത്താവശ്യമായ എല്ലാ നന്മകളും കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ഞങ്ങളുടെ കർത്താവ് കപ്പയാരുടെ കുടുംബത്തിൽക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ അവർക്ക് ദൈവമേ മക്കൾ വിവിധ ജോലികളും കാര്യാദികളിലൊക്കെ ആയിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന കർത്താവെ. പൈതങ്ങളുടെ യാത്രകളിലെല്ലാം അങ്ങോട്ട് ഒരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. ദൈവമേ ദേവാലയം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം കർത്താവെ. കുടുംബമായ എല്ലാ നന്മകളും കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ബലപ്പെടുത്തണം കർത്താവെ. ശക്തീകരിക്കണം ദൈവമേ കർത്താവെ. എല്ലാ കാര്യാദികളും എടുത്തിട്ട് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. ദൈവമേ ഞങ്ങളുടെ കർത്തച്ചെല്ലാം ചിത്രകരങ്ങൾ സമർപ്പിക്കുന്ന യേശുപ്പാ. കർത്താവെ വാർദ്ധക്യകാലത്ത് യേശുപ്പാ അങ്ങ് ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണം കർത്താവെ. ഏകാന്തയിലാണെങ്കിലും എടുത്തിട്ട് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. അങ്ങ് തന്നെ എല്ലാമായി കർത്താവരോട് കൂടെ ഉണ്ടായിരിക്കണം കർത്താവെ. യാത്രകളെല്ലാം തിരി സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം ദൈവം. ബലം കൊടുക്കണം ഓരോ ദിവസം കഴിയുമ്പോൾ കർത്താവെ. പുതിയ ബലം പുതിയ ശക്തി കൊണ്ട് നിറച്ച് കർത്താവെ അങ്ങയുടെ ശക്തിയിൽ തന്നെ ജീവിക്കുവാൻ കൃപ കൊടുത്തിരിക്കാൻ സ്തുതിക്കുന്ന യേശുപ്പാ. ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ കർത്താവ് ദിവ്യ കുടുംബത്തിൽക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ പ്രിയ കുടുംബം കർത്താവെ യേശുപ്പാ. പ്രിയമകൻ ആശുപത്രിയിലായിരുന്നു കർത്താവെ. ദൈവമേ കർത്താവെ ഭവനത്തിൽ എത്തുവാൻ തന്ന കൃപ കൊടുത്ത് നന്ദി പറയുന്ന യേശുപ്പാ. കുടുംബത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവെ. മനെ ബലപ്പെടുത്തണ യേശുപ്പാ. പുതിയ ബലം പുതിയ ശക്തി കൊടുക്കണം കർത്താവെ. എല്ലാ കാര്യാദികളെല്ലാം ചെയ്യുന്നതിനും ഔദ്യോഗിക കാര്യാദികളെല്ലാം ചെയ്യുന്നതിനുള്ള ബലവും ശക്തിയും കൊടുക്കണം ദൈവമേ. കഴിക്കുന്ന മരുന്നുകളെല്ലാം കർത്താവ് കൂടുതൽ ഫലവത്താവട്ടെ കർത്താവെ. ദൈവമേ ദിവ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. എത്രയും പെട്ടെന്ന് യേശുപ്പാ മകൾക്കൊരു ഉപജീവനമാർഗം കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ. കുഞ്ഞു പൈതങ്ങളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവെ. ദൈവമേ കൃത്യമായി ക്ലാസ്സുകളെല്ലാം പങ്കെടുക്കുന്നതിനുള്ള കൃപ കൊടുക്കണം ദൈവമേ. പ്രിയ മാതാവിനെ അനുഗ്രഹിക്കണം കർത്താവെ. ദേവാലയത്തോട് ചേർന്നിരിക്കുന്ന ഭവനത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ.
ദൈവമേ ഞങ്ങളെ കർത്താവെ ഞങ്ങളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണേ യേശുപ്പാ. അച്ഛൻ്റെ യാത്രകളെല്ലാം കൂടി ഉണ്ടായിരിക്കണം കർത്താവെ. ഞങ്ങൾക്ക് ഇതുവരെയും കർത്താവെ ദൈവമേ ദൈവാലത്തോട് ചേർന്ന് കർത്താവെ ശുശ്രൂഷകൾ ചെയ്യാണ്ടെന്ന് കൃപയോർ നന്ദി പറയുന്ന യേശുപ്പാ. കുടുംബമായി ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണേ. കുഞ്ഞു പൈതങ്ങളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണേ. അങ്ങ് ഞങ്ങളോടൊപ്പം ഒരിക്കൽ സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ പ്രത്യേകിച്ച് യേശുപ്പാ ഞങ്ങൾ മാധ്യമങ്ങൾ കൂടി ധാരാളം പേർ കർത്താവെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് യേശുപ്പാ. അങ്ങയുടെ തിരു സാന്നിധ്യം കൊണ്ട് അവരോട് നിറയ്ക്കണം കർത്താവെ. ദൈവമേ പല സ്ഥലങ്ങളിലായിട്ട് കർത്താവെ ഞങ്ങൾ മാസങ്ങളായി ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടിരുന്ന് ആരാധിക്കുകയാണ് യേശുപ്പാ. ദൈവമേ ഞങ്ങളിലെല്ലാം കർത്താവെ ഒരു ദൈവമേ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. എല്ലാ മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. അതൊരു പുതുക്കത്തിൻ്റെ മാറ്റമായി പുതുക്കത്തിൻ്റെ അവസ്ഥമായി മാറട്ടെ കർത്താവെ. ഒരു ദൈവമേ അഭിവൃദ്ധിയുടെ മാറ്റമായി മാറട്ടെ കർത്താവെ. എല്ലാത്തിനും കർത്താവ് ഒരു പുരോഗതിയുടെ അവസ്ഥയിലേക്ക് വരട്ടെ യേശുപ്പാ. ദൈവിക ശക്തി എല്ലായിടവും വ്യാപരിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പാ. ആദിമ നൂറ്റാണ്ടിലുണ്ടായതായ വിശ്വാസവും കർത്താവെ ആ ഒരു ദൈവിക ശക്തിയും കർത്താവെ ആ ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും പൊതിയണം കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെ ഈ സമയം സമർപ്പിക്കുന്ന യേശുപ്പാ. ഞങ്ങൾ 150 കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ. യേശുപ്പാ ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങൾ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന കർത്താവെ. ദൈവമേ അവരെല്ലാവരെയും ബലപ്പെടുത്തണം കർത്താവെ. ഞങ്ങളുടെ മാതാപിതാക്കളെ കർത്താവെ എല്ലാവരെയും ശക്തീകരിക്കണം കർത്താവെ. കുടുംബത്തെ നയിക്കാനുള്ള എല്ലാ കൃപകളും കൊടുത്ത് അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ യുവതിവാക്കളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന യേശുപ്പാ. ദൈവമേ പലർക്കും കർത്താവെ അടുത്ത് എന്തെന്ന് ചിന്തിക്കുന്ന അവസ്ഥകളായിരിക്കുന്ന യേശുപ്പാ. മക്കൾക്ക് കർത്താവെ പുതിയ പ്രത്യാശയും പുതിയ കർത്താവെ ബോധ്യവും കൊടുത്തവരെ അനുഗ്രഹിക്കണം കർത്താവെ. പുതിയ ജീവിതങ്ങളെ കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൃദ്ധരായ മക്കൾ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. പലർക്കും ദൈവഭവനങ്ങളിൽ നിന്ന് വെളിയിൽ പോലെ ഇറങ്ങാൻ സാധിക്കാതെ രോഗത്തിൻ്റെ ദുഃഖത്തിൻ്റെയൊക്കെ അവസ്ഥയിലായിരിക്കുന്ന യേശുപ്പാ. എല്ലാവർക്കും ദൈവമേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കണം കർത്താവെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായ ദേവാലയത്തിൽ ഒരുമിച്ച് വന്ന് കർത്താവെ ആരാധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്ക് ദാനം ചെയ്യണം ദൈവമേ. അങ്ങ് അതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവെ. ദൈവം ഞങ്ങൾ അടുത്ത ഞായറാഴ്ചകൾ കൂടി വരുവാൻ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൂടിവരവുകളൊന്നും കർത്താവെ ഒന്നിനും കാരണമാകരുത് യേശുപ്പാ. ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന് അടുക്കരുത്. ഞങ്ങൾ എത്ര ശുദ്ധിയോടുകൂടി വന്നു കർത്താവെ അതിലും വിശുദ്ധിയോടുകൂടി തന്നെ ഞങ്ങൾ ഭവനങ്ങളിൽ എത്തുവാൻ സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങളെല്ലാവരും ദൈവം കുറച്ചുകൂടെ അങ്ങ് ശക്തി പ്രാപിക്കാൻ സഹായിക്കണം കർത്താവെ. ഞായറാഴ്ച വിശുദ്ധ ആരാധനയെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്ന യേശുപ്പാ. ദൈവമേ ഞങ്ങൾ കൂടുതൽ കർത്താവെ കുടുംബവാരമായി ആചരിക്കുമ്പോൾ ദൈവമേ എൻ്റെ കുടുംബങ്ങളിൽ എല്ലാവരും ഞങ്ങളുടെ ദൈവമായ സാന്നിധ്യവും സ്നേഹവും അനുഭവിക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കൂടി വരുന്നവരെയും തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണേ. യാചനിക്കണ നല്ല പിതാവേ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. തൂണുകേളാൽ അടിയനെ എന്നും നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുകേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.